Hi students, നമുക്ക് ഇനി സർക്കുലേറ്ററി ഫിസിയോളജിയിൽ ഡബിൾ സർക്കുലേഷൻ ആൻഡ് ന്യൂറൽ കൺട്രോൾ ഓഫ് കാർഡിയോവാസ്കുലർ സിസ്റ്റം ആൻഡ് ദെൻ കുറച്ച് ഹാർട്ട് ഡിസോർഡേഴ്സ് അത്രയും കൂടെ പഠിക്കാനുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഈ ഡബിൾ സർക്കുലേഷനും പിന്നെ അതിനെ കണക്ട് ചെയ്ത് വരുന്ന ബ്ലഡ് വെസൽസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ അത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോവാം അല്ലേ? നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ? രണ്ട് കൈൻഡ് ഓഫ് സർക്കുലേഷൻ വരുന്ന സർക്കുലേഷൻ ആണ് അല്ലേ? കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് നമ്മൾ. സോ വി ഹാവ് ടു ടൈപ്സ് ഓഫ് സർക്കുലേഷൻ. വൺ ഈസ് പൾമണറി സർക്കുലേഷൻ ആൻഡ് ദ അതർ വൺ ഈസ് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പൊ ഡബിൾ സർക്കുലേഷൻ കേൾക്കുമ്പോൾ തന്നെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് രണ്ട് ടൈപ്സ് ഓഫ് സർക്കുലേഷൻ അല്ലേ? ഒന്ന് പൾമണറി സർക്കുലേഷൻ, പൾമണറി സർക്കുലേഷൻ. അടുത്തത് സിസ്റ്റമിക് സർക്കുലേഷൻ, സിസ്റ്റമിക് സർക്കുലേഷൻ. ഇത് രണ്ടും ചേരുന്നതാണ് ഡബിൾ സർക്കുലേഷൻ. എന്താണ് പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ? പൾമണറി ലങ്സ് റിലേറ്റഡ് സർക്കുലേഷൻ ആണ് അല്ലെ? സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ ബോഡി റിലേറ്റഡ് ആണെന്നും നമുക്കറിയാം. സോ പൾമണറി സർക്കുലേഷനിൽ എന്താ സംഭവിക്കുന്നത്? പൾമണറി സർക്കുലേഷൻ എന്താണ്? ഹാർട്ട് ടു ലങ്സ് ആൻഡ് ലങ്സ് ടു ഹാർട്ട്. എന്തിന്റെ സർക്കുലേഷൻ ആണ്? ബ്ലഡിന്റെ സർക്കുലേഷൻ. സോ ദ ടു ആൻഡ് ഫ്രോ സർക്കുലേഷൻ ബിറ്റ്വീൻ ദ ഹാർട്ട് ആൻഡ് ലങ്സ് ഈസ് കോൾഡ് പൾമണറി സർക്കുലേഷൻ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ലങ്സിലോട്ട് പോകുന്നു, ലങ്സിൽ നിന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്നു. ഇതാണ് പൾമണറി സർക്കുലേഷൻ, ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് അല്ലെ? സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഹാർട്ട് ടു ബോഡി ആൻഡ് ദെൻ ബോഡി ടു ഹാർട്ട് അല്ലെ? ദ ടു ആൻഡ് ഫ്രോ സർക്കുലേഷൻ ബിറ്റ്വീൻ ദ ഹാർട്ട് ആൻഡ് ബോഡി ഈസ് കോൾഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. സോ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ബോഡിയിലോട്ട് പോകുന്നു, ബോഡി പാർട്സിലോട്ട് പോകുന്നു, ആൻഡ് ബോഡിയിൽ നിന്ന് തിരിച്ച് ബ്ലഡ് ഹാർട്ടിലോട്ട് വരുന്നു. ആസ് മെൻഷൻഡ് ഏർലിയർ, ദ ബ്ലഡ് പംപ്ഡ് ബൈ ദ റൈറ്റ് വെൻട്രിക്കിൾസ് enters the പൾമണറി ആർട്ടറി. റൈറ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്ന ബ്ലഡ് എങ്ങോട്ടാണ് കടക്കുന്നത്? പൾമണറി ആർട്ടറിയിലോട്ടാണ് കടക്കുന്നത് അല്ലെ? റൈറ്റ് വെൻട്രിക്കിളിലുള്ളത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. സോ ആ ബ്ലഡിനെ കൊണ്ടുപോകുന്നത് പൾമണറി ആർട്ടറിയാണ്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ലങ്സിലോട്ട്. whereas the ലെഫ്റ്റ് ventricle pumps blood into the aorta. ലെഫ്റ്റ് വെൻട്രിക്കിളിലുള്ളത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അതിനെ കൊണ്ടുപോകാൻ അയോട്ടയുണ്ട്. അയോട്ട ആ ബ്ലഡിനെ നമ്മുടെ ബോഡി പാർട്സിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹാർട്ട് ടു ലങ്സ്, ലങ്സ് ടു ഹാർട്ട്. ഹാർട്ടിൽ നിന്ന് ലങ്സിലോട്ട് പോകാൻ പൾമണറി ആർട്ടറി ഉണ്ട്, ലങ്സിൽ നിന്ന് തിരിച്ച് ഹാർട്ടിലോട്ട് വരാൻ പൾമണറി വെയിൻസും ഉണ്ട്. ഇതാണ് പൾമണറി സർക്കുലേഷൻ. ദിസ് വൺ ഈസ് പൾമണറി സർക്കുലേഷൻ. The oxygenated blood entering the aorta is carried by a network of arteries, arterioles, and capillaries to the tissues, from where the deoxygenated blood is collected by a system of venules, veins, and vena cava and emptied into the atrium. വായിച്ചു നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരേണ്ട യാതൊരു ആവശ്യമില്ല. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും പ്യുവർ ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെ, അത് അയോട്ടയിലേക്ക് കടക്കുന്നു. അയോട്ട എന്ന് പറയുമ്പോൾ ബിഗസ്റ്റ് ആർട്ടറി ആണ്, നമുക്കറിയാം. അത് ബോഡി പാർട്സിലോട്ട് ബ്ലഡിനെ അങ്ങനെ തന്നെയല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അയോട്ടയിൽ നിന്ന് ഡയറക്റ്റ്ലി അല്ല പോകുന്നത് അല്ലെ? അയോട്ടയിൽ നിന്ന് ഡയറക്റ്റ്ലി അല്ല പോകുന്നത്, അയോട്ടയിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. പക്ഷെ ടിഷ്യൂസിലോട്ട് എത്തുന്നതിന് മുന്നേ ഈ അയോട്ട ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും അല്ലെ? അയോട്ട ആർട്ടീരിയോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. ആർട്ടീരിയോൾസ് പിന്നെ കാപ്പിലറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ ടിഷ്യൂവിന്റെ സൈഡിൽ എത്തുമ്പോൾ ഈ വലിയ ബ്ലഡ് വെസൽസ് ഒക്കെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാപ്പിലറീസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് പറയുന്നത്. ഓക്കെ, അയോട്ട ദാറ്റ് മീൻസ് ആർട്ടറി, ആർട്ടീരിയോൾസ് ആൻഡ് ദെൻ കാപ്പിലറീസ് നമ്മൾ പഠിച്ചതല്ലേ? ഓക്കെ, ആൻഡ് ടിഷ്യൂവിനകത്ത് ഈ ബ്ലഡിനെ കൊടുത്ത ശേഷം, ഐ മീൻ ന്യൂട്രിയൻസിനെ ഒക്കെ കൊടുത്ത ശേഷം ടിഷ്യൂ ആ ന്യൂട്രിയൻസിനെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മെറ്റാബോളിക് ആക്ടിവിറ്റീസും നടത്തും. ആൻഡ് ആഫ്റ്റർ ഓൾ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് വേസ്റ്റ് പ്രൊഡക്ട്സ് ആർ ഫോംഡ് ഇൻ ദ ടിഷ്യൂസ് അല്ലെ? ടിഷ്യൂവിന്റെ സൈഡിൽ വേസ്റ്റ് പ്രൊഡക്ട്സ് ഫോം ചെയ്യും. ആ വേസ്റ്റ് അടങ്ങുന്ന ബ്ലഡിന് ഇനി തിരിച്ച് ക്യാരി ചെയ്യുന്നത് ആർട്ടറി എല്ലാം നമുക്കറിയാം, വെയിൻസ് ആണെന്നറിയാം. സോ വെയിൻസിന്റെ തുടക്കം കാപ്പിലറീസ് ആണെന്ന് നമുക്കറിയാം, ആർട്ടറീസിന്റെ എൻഡ് കാപ്പിലറീസ് ആണ് അല്ലെ? വെയിൻസിന്റെ തുടക്കം കാപ്പിലറീസ് ആണ്. വെയിൻസ് തുടങ്ങുന്നത് ടിഷ്യൂവിന്റെ സൈഡിൽ നിന്നാണ്. സോ ടിഷ്യൂവിന്റെ സൈഡിൽ നിന്ന് കാപ്പിലറി വഴി ആൻഡ് ദെൻ വെന്യൂൾസ് വഴി ദെൻ വെയിൻസ് വഴി അത് ഹാർട്ടിലോട്ട് എത്തും. ഈ വേസ്റ്റസ് ഉള്ള ബ്ലഡ് അല്ലെ? അതാണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, the deoxygenated blood is collected by the system of venules. വെന്യൂൾസിന് മുന്നേ കാപ്പിലറീസ് ആണ് ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എടുക്കുന്നത്. ആൻഡ് കാപ്പിലറീസ് അത് വെന്യൂൾസിന് കൊടുക്കും, വെന്യൂൾസ് അത് വെയിൻസിലോട്ട് കൊടുക്കും അല്ലെ? ആൻഡ് വീന കാവ ആൻഡ് എംപ്റ്റീഡ് ഇൻ ടു ദ റൈറ്റ് ഏട്രിയം. അപ്പോൾ ആ ലാർജ് വെയിൻസ് എന്ന് പറയുന്നത് അത് ഹാർട്ടിലോട്ട് ഡയറക്ട്ലി
ബ്ലഡ് കൊടുക്കുന്ന ലാർജ് വെയിൻസ് വീനക്കാവ വെയിൻസ് ആണ് അല്ലെ, സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ വെയിൻസ്. അത് തുറക്കുന്നത് റൈറ്റ് ഏട്രിയത്തിലോട്ടാണെന്നും നമുക്ക് അറിയാം. അത്ര ഇവിടെ പറയുന്നുള്ളൂ അല്ലെ. ദിസ് ഈസ് സിസ്റ്റമിക് സർക്കുലേഷൻ. ഇത് സിസ്റ്റമിക് സർക്കുലേഷൻ ആണ്. സോ പൾമണറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. യെസ്, പൾമണറി ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ ഇത് രണ്ടും ചേരുന്നതാണ് ഡബിൾ സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷൻ എന്താണ് ചെയ്യുന്നത്? ന്യൂട്രിയൻസിനെ ബോഡിക്ക് കൊടുക്കുന്നത് അല്ലെ, പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ലൈക്ക് ഓക്സിജൻ ആൻഡ് അതർ വൈറ്റൽ ന്യൂട്രിയൻസ് to the tissues and takes carbon dioxide and other harmful substances away for elimination. A unique vascular connection exists between the digestive tract and liver called hepatic portal system. ഞാൻ പോർട്ടൽ സിസ്റ്റം നല്ലപോലെ പറഞ്ഞു തന്നതാണ് തുടക്കത്തിൽ ബ്ലഡ് വെസൽസ് പഠിച്ചപ്പോൾ അല്ലെ. പോർട്ടൽ സിസ്റ്റം എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോർട്ടൽ സിസ്റ്റംസ്, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം, റീനൽ പോർട്ടൽ സിസ്റ്റം ആൻഡ് ഹൈപ്പോഫിസിയൽ പോർട്ടൽ സിസ്റ്റം, ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്റ്റും ലിവറും തമ്മിലുള്ള കണക്ഷൻ അല്ലെ, വാസ്കുലാർ കണക്ഷൻ, ബ്ലഡ് വെസൽസിന്റെ കണക്ഷൻ. വെയിൻസ് വഴി ഇവർ രണ്ടുപേരും കണക്റ്റഡ് ആണ്, ഡൈജസ്റ്റീവ് ട്രാക്റ്റും ലിവറും. സോ ഇവരെ കണക്ട് ചെയ്യുന്ന പോർട്ടൽ സിസ്റ്റം ആണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. The hepatic portal vein carries blood from intestine to the liver before it is delivered to the systemic circulation. അപ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നിന്നുള്ള കണക്ഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സാധനങ്ങളുടെ ഡൈജഷൻ അവിടെ നടക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ബോഡി പാർട്സിലോട്ട് ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ, സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് വരുന്നതിന് മുന്നേ, നമ്മുടെ ടിഷ്യൂസ് യൂട്ടിലൈസ് ചെയ്യുന്നതിന് മുന്നേ ലിവറിൽ പോയി അതിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ഐ മീൻ ലിവറിൽ ചെന്നിട്ട് അതിൽ നിന്നുള്ള ടോക്സിക് സബ്സ്റ്റൻസസ് ഒക്കെ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഇസ് വൈ ലിവർ ഇസ് നോൺ ആസ് എ പ്യൂരിഫൈങ് ഓർഗൻ അല്ലെ. ലിവർ ഒരു പ്യൂരിഫൈങ് ഓർഗൻ ആണ്. യെസ്, അപ്പോ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ നിന്ന് ബ്ലഡ് ആര് വഴി, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വഴി ലിവറിൽ എത്തുന്നു. അവിടെ വെച്ചിട്ട് ടോക്സിക് സബ്സ്റ്റൻസസ്, ഐ മീൻ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. യെസ്, ഇനി അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എ സ്പെഷ്യൽ കൊറോണറി സിസ്റ്റം ഓഫ് ബ്ലഡ് വെസൽസ്, അതും കൂടെ ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്ത്. കൊറോണറി സിസ്റ്റം അല്ലെ, കൊറോണറി സിസ്റ്റം എന്ന് പറയുമ്പോൾ കൊറോണറി ബ്ലഡ് വെസൽസ് അല്ലെ, present in our body exclusively for the circulation of blood to and from the cardiac musculature. ഹാർട്ട് ഒരു ഓർഗൻ ആണ്, അതിന് വർക്ക് ചെയ്യണം അല്ലെ. അപ്പോൾ അതിന്റെ മസിൽസിലേക്ക്, ഹാർട്ട് മസിൽ സെൽസിലോട്ട് ബ്ലഡ് സപ്ലൈ വേണം. ഞാൻ കൊറോണറി ആർട്ടറീസ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഹാർട്ടിന്റെ സ്ട്രക്ചർ പഠിപ്പിച്ചപ്പോൾ. ഹാർട്ടിലേക്ക് ബ്ലഡ് കൊടുക്കുന്ന ആർട്ടറീസ് ആണ് കൊറോണറി ആർട്ടറീസ്. അതുപോലെ ഹാർട്ടിലും മെറ്റാബോളിക് ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് വേസ്റ്റ് പ്രോഡക്ട്സ് ഫോം ചെയ്യും, അതും എലിമിനേറ്റ് ചെയ്യപ്പെടണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ഒരു കൊറോണറി സിസ്റ്റം തന്നെയുണ്ട്, കൊറോണറി സർക്കുലേഷൻ ഉണ്ട് അല്ലെ. കൊറോണറി മീൻസ് ഇറ്റ് ഈസ് ഹാർട്ട് റിലേറ്റഡ്. ഹാർട്ടിലേക്ക് ബ്ലഡ് കൊടുക്കുക, ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ഇതാണ് പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഡയഗ്രാം. സി, ഇതാണ് പൾമണറി സർക്കുലേഷൻ. ദിസ് ഈസ് പൾമണറി സർക്കുലേഷൻ. ഇതെന്താണ്? ഇത് സിസ്റ്റമിക് സർക്കുലേഷൻ. അങ്ങനെ രണ്ട് ടൈപ്സ് ഓഫ് സർക്കുലേഷൻ അല്ലെ. പൾമണറി സർക്കുലേഷൻ നമുക്ക് നോക്കാം. ഹാർട്ടിൽ നിന്ന് ലങ്സിലോട്ട് പൾമണറി ആർട്ടറി വഴി അല്ലെ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലോട്ട് പൾമണറി ആർട്ടറി വഴി ബ്ലഡ് പോകുന്നു, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അവിടെ വെച്ചിട്ട് പ്യൂരിഫിക്കേഷൻ നടന്ന ശേഷം ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിൻസ് വഴി ലെഫ്റ്റ് ഓറിക്കിളിലോട്ട് എത്തുന്നു. സോ ദിസ് ഇസ് പൾമണറി സർക്കുലേഷൻ. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോട്ട വഴി ബോഡി പാർട്സിലോട്ട് പോകുന്നു. ബോഡി പാർട്സിൽ നിന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വീനക്കാവ വെയിൻസ് വഴി റൈറ്റ് വെൻട്രിക്കിളിലോട്ട് വരുന്നു. ദിസ് ഇസ് സിസ്റ്റമിക് സർക്കുലേഷൻ. ഇതിന്റെ തൊട്ട് താഴെ ആർട്ടറിയുടെയും വെയിന്റെയും കാപ്പിലറിയുടെയും പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ബ്ലഡ് വെസൽസിന്റെ പിക്ചേഴ്സ് അല്ലെ. ആൻഡ് ആർട്ടറിയുടെയും വെയിന്റെയും സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു ബ്ലഡ് വെസലിന്റെയും ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 ലെയേഴ്സ് ഉണ്ടായിരിക്കും. അത് ആർട്ടറിക്കായാലും വെയിൻ ആയാലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്, പ്രീവിയസ് ക്ലാസ് എടുത്ത് നോക്കിയാൽ മതി. 3 ലെയേഴ്സ് ഏതൊക്കെയാണ്? ട്യൂണിക്ക എക്സ്റ്റേണ ഇസ് ദ ഔട്ടർ ലെയർ, ട്യൂണിക്ക എക്സ്റ്റേണ ഓർ ട്യൂണിക്ക അഡ്വന്റീഷ്യ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. മിഡിൽ ലെയർ ട്യൂണിക്ക മീഡിയ ആൻഡ് ഇന്നർമോസ്റ്റ് ലെയർ ട്യൂണിക്ക ഇന്റിമ ഓർ ട്യൂണിക്ക ഇന്റേണ അല്ലെ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ആ റീജിയൻസ്? ഇപ്പോൾ ഞാൻ വെയിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഏതൊക്കെയാണ് ആ റീജിയൻസ്? ഇതാ ഈ യെല്ലോ കളറിൽ കൊടുത്തേക്കുന്നത് ഇത് ട്യൂണിക്ക എക്സ്റ്റേണയാണ് അല്ലെ. ട്യൂണിക്ക
അഡ്വന്റീഷ്യ എന്ന് എഴുതാൻ കേട്ടോ. നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അഡ്വന്റീഷ്യ ഓർ എക്സ്റ്റേണ. അഡ്വന്റീഷ്യ. ഓക്കെ, ട്യൂണിക്ക അഡ്വന്റീഷ്യ. ആൻഡ് മിഡിൽ ലെയർ ഈ ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്നത് ട്യൂണിക്ക മീഡിയ. ട്യൂണിക്ക മീഡിയ. ആൻഡ് ദ ഇന്നർ മോസ്റ്റ് ലെയർ ഈ കൊടുത്തേക്കുന്നത് ഈ ലെയറില്ലേ ഇത് ഇസ് മേഡ് അപ്പ് ഓഫ് എൻഡോത്തീലിയൽ സെൽസ്. ഇത് ട്യൂണിക്ക ഇന്റിമ ഓർ ഇന്റേണ കേട്ടോ. ട്യൂണിക്ക ഇന്റിമ. ഓക്കെ, ആൻഡ് ദിസ് പോർഷൻ ഇതില്ലേ ഈ ഒരു ക്യാവിറ്റി, ഒരു പൈപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൂടെ ഒരു ഹോളോ ക്യാവിറ്റി പോകുന്നുണ്ടായിരിക്കില്ലേ, അതിനെ നമ്മൾ ലൂമൻ എന്ന് വിളിക്കുക. അതിവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്, ദിസ് ഇസ് ലൂമൻ. അപ്പൊ ഇത് വെയിന്റെ സ്ട്രക്ചർ ആണ് കേട്ടോ. ആർട്ടറിക്കും ഇതൊക്കെ തന്നെയാണുള്ളത്. ട്യൂണിക്ക അഡ്വന്റീഷ്യ, ട്യൂണിക്ക മീഡിയ ആൻഡ് ട്യൂണിക്ക ഇന്റിമ. ട്യൂണിക്ക മീഡിയ മിഡിൽ ലെയർ എടുത്തു കഴിഞ്ഞാൽ മിഡിൽ ലെയർ ഇസ് കമ്പോസ്ഡ് ഓഫ് സ്മൂത്ത് മസിൽസ്. നമ്മൾ കണ്ടായിരുന്നു സ്മൂത്ത് മസിൽസ് അല്ലെ. സ്മൂത്ത് മസിൽസ് കൊണ്ടാണ് മിഡിൽ ലെയർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇത് തന്നെയാണ് ആർട്ടറിക്കും ഉള്ളത് കേട്ടോ. സെയിം സാധനങ്ങളെ തന്നെയാണ് ആർട്ടറിക്കും ഉള്ളത്. ഔട്ടർ ലെയർ ഇതാ ട്യൂണിക്ക എക്സ്റ്റേണ, ട്യൂണിക്ക മീഡിയ, then tunica interna, lumen, and tunica media is composed of smooth muscle cells എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ മിഡിൽ ലെയർ is composed of smooth muscle cells. അപ്പൊ ഈ മിഡിൽ ലെയർ ആർട്ടറിക്കും വെയിനും എങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ആർട്ടറിയുടെ ഈ മിഡിൽ ലെയർ നല്ല തിക്കായിരിക്കും, സ്മൂത്ത് മസിൽസ് നല്ല തിക്കായിരിക്കും. പക്ഷെ വെയിന് അത്രയും തിക്കായിരിക്കില്ല, വെയിൻ്റെ ഇത് തിന്നായിരിക്കും. കണ്ടോ, ഡയഗ്രത്തിൽ അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഡയഗ്രത്തിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ലെയർ ഇവിടെ തിന്നാണ്, ഇവിടെ ഇത് തിക്കാണ്. എന്തുകൊണ്ടാണ്? ആർട്ടറിയിൽ കൂടെ പോകുന്ന ബ്ലഡിന് ഹൈ പ്രഷർ ആയിരിക്കും, പക്ഷെ വെയിൻസിൽ കൂടെ പോകുന്ന ബ്ലഡിന്റെ പ്രഷർ കുറവാണ്. എന്തുകൊണ്ടാണ്? ആർട്ടറീസ് കൊണ്ടുപോകുന്നത് പമ്പ് ചെയ്യപ്പെടുന്ന ബ്ലഡ് ആണ്, ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ആണ് അത് കൊണ്ടുപോകുന്നത് അല്ലെ. സോ അതിൽ ബ്ലഡിന് പ്രഷർ ഉണ്ടാകും. പക്ഷെ വെയിൻസ് കൊണ്ടുപോകുന്നത് ബോഡി പാർട്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ബ്ലഡ് ആണ്. അപ്പൊ അതിൽ കൂടെ പോകുന്ന ബ്ലഡിന് അത്രയും പ്രഷർ ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ആർട്ടീരിയൽ വോൾ ഈസ് തിക്കർ ദാൻ വെയിൻ. വെയിന്റെ വോളിനേക്കാളും തിക്കർ ആണ് ആർട്ടറിയുടെ വോള്, ബിക്കോസ് അതിൽ കൂടെ പോകുന്ന ബ്ലഡിന്റെ പ്രഷർ ഹൈ ആണ്. ഇനി നമ്മൾ ഈ ലൂമനെ കമ്പയർ ചെയ്താൽ, ഈ ഒരു ക്യാവിറ്റിയെ കമ്പയർ ചെയ്താൽ, വെയിന്റെ ലൂമൻ ആർട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്പേഷ്യസ് ആണ് അല്ലേ. പക്ഷെ ആർട്ടറിയുടെ ലൂമൻ നാരോ ആണ്. ഇവിടെ ഇത് വൈഡർ ആണ്, ഇവിടെ ഇത് നാരോവർ ആണ്. ഓക്കെ, ഇനി റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി എന്ന ടോപ്പിക്കിൽ ഹാർട്ട് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്, അതിൽ നെർവസ് സിസ്റ്റത്തിന്റെ റോൾ എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം അത്യാവശ്യം നോർമൽ കാര്യങ്ങളൊക്കെ ഹാർട്ടിൽ ഓട്ടോ റെഗുലേറ്റഡ് ആണ് അല്ലെ. ഹാർട്ട് ഈസ് മയോജനിക് എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർട്ടിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മസിൽ ടിഷ്യൂസ് ഉണ്ട്. നമ്മൾ നോഡൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു അല്ലെ. നോഡൽ ടിഷ്യൂസ്, കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ദ ഹാർട്ട് പഠിച്ചില്ലേ. ഓക്കെ, അപ്പൊ ഹാർട്ടിലെ കാര്യങ്ങളൊക്കെ സെൽഫ് റെഗുലേറ്റഡ് ആണ്, ഓട്ടോ റെഗുലേറ്റഡ് ആണ്. നോർമൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹാർട്ട് ആർ റെഗുലേറ്റഡ് ഇൻട്രിൻസിക്കലി എന്ന് പറഞ്ഞാൽ ഓട്ടോ റെഗുലേറ്റഡ് ബൈ സ്പെഷ്യലൈസ്ഡ് മസിൽസ് കോൾഡ് നോഡൽ ടിഷ്യൂ. ഹെൻസ് എ ഹാർട്ട് ഈസ് കോൾഡ് മയോജനിക്. ഇത് നമ്മൾ പഠിച്ചതാണ്. എ സ്പെഷ്യൽ ന്യൂറൽ സെന്റർ ഇൻ ദ മെഡുല്ല ഒബ്ലോങ്കേറ്റ ക്യാൻ മോഡറേറ്റ് ദ കാർഡിയാക് ഫംഗ്ഷൻ ത്രൂ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം. അപ്പോ ഹാർട്ടിലെ ന്യൂറൽ കൺട്രോൾ ആണ് ഇനി പറയുന്നത് കേട്ടോ. നെർവസ് സിസ്റ്റം എങ്ങനെയാണ് ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മെഡുല്ല ഒബ്ലോങ്കേറ്റയിൽ, മെഡുല്ലയിൽ ഒരു സെന്റർ ഉണ്ട്, ഒരു സെന്റർ അല്ല, മെഡുല്ലയിൽ 2 സെന്റേഴ്സ് ഉണ്ട് ടു കൺട്രോൾ ദ ഹാർട്ട് റേറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി 2 സെന്റേഴ്സ് ഉണ്ട് മെഡുല്ലയിൽ. ഒന്ന് ആക്സിലറേറ്ററി സെന്റർ ആണ്, അടുത്തത് ഇൻഹിബിറ്ററി സെന്റർ. ആക്സിലറേറ്ററി സെന്റർ ആൻഡ് ഇൻഹിബിറ്ററി സെന്റർ. ആക്സിലറേറ്ററി സെന്റർ എന്താണ് ചെയ്യുന്നത്? ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ഇൻഹിബിറ്ററി സെന്റർ ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യിപ്പിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ മെഡുല്ലയിൽ 2 സെന്റേഴ്സ് ഉണ്ട്, ആക്സിലറേറ്ററി സെന്റർ ആൻഡ് ഇൻഹിബിറ്ററി സെന്റർ. ആക്സിലറേറ്ററി സെന്റർ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കും വയ സിമ്പതറ്റിക് നെർവ്സ്. ആക്സിലറേറ്ററി സെന്ററിൽ നിന്നും സിമ്പതറ്റിക് നെർവ്സ് പോകുന്നുണ്ട്. ആ സിമ്പതറ്റിക് നെർവ്സ് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ഇനി ഇൻഹിബിറ്ററി സെന്ററിൽ നിന്നും പോകുന്നത് പാരാസിമ്പതറ്റിക് നെർവ്സ് ആണ്. പാരാസിമ്പതറ്റിക്, ഈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലെ. എന്താണ്? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ ഡിവിഷൻസ് ആണ് അല്ലെ. അപ്പോൾ സിമ്പതറ്റിക് നെർവ്സ് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കും, പാരാസിമ്പതറ്റിക് നെർവ്സ് ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യിപ്പിക്കും. പാരാസിമ്പതറ്റിക് നെർവ്സിലെ വാഗസ് നെർവ്സ് ആണ് വാഗസ് നെർവ്സ്.
രണ്ട് nerves ഉണ്ട്. അവർ SA നോഡിലും AV നോഡിലും ഇതേപോലെ AV ബണ്ടിലും ഒക്കെ പോയി ആക്ട് ചെയ്തിട്ട് ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യിപ്പിക്കും. സിമ്പത്തറ്റിക് നെർവ്സ് പാർട്ട് ഓഫ് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ക്യാൻ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ് അല്ലേ, the strength of ventricular contraction and thereby the cardiac output. On the other hand, parasympathetic neural signals, another component of the autonomic nervous system, decrease the rate of heart, speed of conduction of action potential and thereby cardiac output. ഇനി അതുപോലെ ഹാർട്ടിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾക്കാണ് എഫക്റ്റ് ഉള്ളത്? Some hormones, adrenal medullary hormones can also increases the cardiac output. അഡ്രിനാൽ മെഡുല്ല സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ്, അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു ഹോർമോൺ ഉണ്ട്, തൈറോക്സിൻ. തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. അത് ബേസൽ മെറ്റബോളിക് റേറ്റ് കൂട്ടുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഇറ്റ് ക്യാൻ ഓൾസോ ഇൻക്രീസ് ദ ഹാർട്ട് റേറ്റ്. കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടുന്ന മറ്റൊരു ഹോർമോണാണ് തൈറോക്സിൻ. അതുപോലെ വേറൊരു സാധനം കൂടി ഉണ്ട്, അസറ്റൈൽ കോളിൻ. കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അല്ലേ. ക്യാൻ ഡിക്രീസ് ദ ഹാർട്ട് റേറ്റ്. അപ്പൊ ഹാർട്ട് റേറ്റ് കൂട്ടുന്ന, കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടുന്ന രണ്ട് ഹോർമോൺസ് നമ്മളുണ്ട്, 3 ഹോർമോൺസ് ഞാൻ പറഞ്ഞു, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ ആൻഡ് തൈറോക്സിൻ. അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ നിങ്ങൾ പഠിക്കുന്നതാണ്, എമർജൻസി സിറ്റുവേഷൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ആണ് അല്ലേ, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. അതുപോലെ തൈറോക്സിൻ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. അതും ബേസൽ മെറ്റബോളിക് റേറ്റ് കൂട്ടുന്ന, ഇതുപോലെ കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടുന്ന ഹോർമോൺ ആണ്. പിന്നെ അസറ്റൈൽ കോളിൻ ഞാൻ പറഞ്ഞു, അത് ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യിപ്പിക്കുന്ന ആളാണ് അല്ലേ. നമുക്ക് കുറച്ച് ഡിസോർഡേഴ്സും കൂടെ പഠിച്ചാൽ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഹൈപ്പർ ടെൻഷൻ കോമൺലി കേൾക്കുന്നതാണ് അല്ലേ, ഹൈ ബ്ലഡ് പ്രഷർ. ഹൈപ്പർ ടെൻഷൻ ഈസ് ദ ടേം ഫോർ ബ്ലഡ് പ്രഷർ ദാറ്റ് ഈസ് ഹയർ ദാൻ നോർമൽ. നോർമലിനേക്കാളും കൂടുന്ന കണ്ടീഷനാണ് ഹൈപ്പർ ടെൻഷൻ. അപ്പൊ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 ആണ്. ഈ ഒരു മെഷർമെന്റിൽ ഈ 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറും 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറുമാണ് കേട്ടോ. ഇൻ ദിസ് മെഷർമെന്റ് 120 MMHg കൊണ്ട് ഉദ്ദേശിക്കുന്നത് മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി പ്രഷർ കേട്ടോ. MMHg ഇസ് ദ സിസ്റ്റോളിക് പ്രഷർ ഓർ പമ്പിംഗ് പ്രഷർ ആണ് കേട്ടോ. And 80 mmHg is the diastolic pressure or resting pressure. So this is the normal blood pressure, 120/80. If repeated checks of blood pressure of an individual is 140/90 or above 140, above 90, ആ ഒരു ഇതിൽ വരികയാണെങ്കിൽ, എങ്ങനെയാണെങ്കിൽ this is the high blood pressure കേട്ടോ. 140/90, 140യേക്കാളും കൂടുക, 140 സിസ്റ്റോളിക് പ്രഷർ 140യേക്കാളും കൂടുക, ഡയസ്റ്റോളിക് പ്രഷർ 90യേക്കാളും കൂടുക. അങ്ങനെയാകുമ്പോൾ അത് ഹൈപ്പർ ടെൻഷൻ ആണ്, ഹൈ ബ്ലഡ് പ്രഷർ ആണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ. ഹൈ ബ്ലഡ് പ്രഷർ ലീഡ്സ് ടു ഹാർട്ട് ഡിസീസസ് ആൻഡ് ഓൾസോ അഫക്ട്സ് വൈറ്റൽ ഓർഗൻസ് ലൈക്ക് ബ്രെയിൻ ആൻഡ് കിഡ്നി. അടുത്ത ഡിസോർഡർ കൊറോണറി ആർട്ടറി ഡിസീസസ് ആണ്. CAD എന്ന് നമ്മൾ വിളിക്കും. കൊറോണറി ആർട്ടറി ഡിസീസ് ഓഫൻ റെഫേർഡ് ടു ആസ് അതിറോസ്ക്ലിറോസിസ്. അതിറോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് വെസൽസിനകത്ത് പ്ലേക്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് അല്ലേ. കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ് ആകാം, അല്ലെങ്കിൽ കാൽഷ്യം ഡെപ്പോസിഷൻ ആകാം, ഫാറ്റ്സ്, ഇതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പ്ലേക്സ് ഫോം ചെയ്യുക, പ്ലേക്സ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ബ്ലഡ് വെസലിൽ അടിഞ്ഞുകൂടി അവിടെ കട്ടയായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ അങ്ങനെ അടിഞ്ഞുകൂടി നിൽക്കുമ്പോൾ ബ്ലഡിന് ഒരു സ്മൂത്ത് ഫ്ലോ ഉണ്ടാകത്തില്ല, ബ്ലഡ് അവിടെ ഇവിടെയൊക്കെ തടഞ്ഞു നിൽക്കും. അങ്ങനെ ആണല്ലോ ഹാർട്ട് അറ്റാക്കും മറ്റു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത്, ബ്ലഡ് വെസൽസ് ബ്ലോക്ക്ഡ് ആകുമ്പോൾ അല്ലേ. അപ്പൊ ബ്ലഡ് വെസൽ ബ്ലോക്കേജ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ പ്ലേക്സ് വന്നു കഴിഞ്ഞാൽ, കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ് ഒക്കെ വന്നു കഴിയുമ്പോഴേ നമ്മൾ അതിന് പ്ലേക്സ് എന്നാ പറയുക, അതിറോസ്ക്ലിറോസിസ്. ഓക്കെ, അഫക്ട്സ് വെസൽസ് ദാറ്റ് സപ്ലൈ ബ്ലഡ് ടു ദ ഹാർട്ട്. ഇപ്പൊ ബ്ലഡ് വെസൽസിൽ ബ്ലോക്കേജ് വന്നിട്ടുണ്ടെങ്കിൽ ബ്ലഡിലോട്ട് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഒന്നും എത്തത്തില്ല. എസ്പെഷ്യലി കൊറോണറി ആർട്ടറീസിലൊക്കെ ബ്ലോക്കേജ് വന്നിട്ടുണ്ടെങ്കിൽ, ഈ പ്ലേക്സ് വന്നിട്ടുണ്ടെങ്കിൽ, കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹാർട്ടിലോട്ട് ബ്ലഡ് എത്തത്തില്ല, ഹാർട്ട് മസിൽസിലോട്ട് ബ്ലഡ് എത്തത്തില്ല. So it is caused by the deposits of calcium, fat, cholesterol. ഇതൊന്ന് മാറ്റട്ടെ. Okay, and fibrous tissues which makes the lumen of the arteries narrower. പിന്നെ angina. Angina, it is also called angina pectoris. Angina pectoris എന്നാണ് ഇതിനെ വിളിക്കുക. ഒന്നുമില്ല, സിവിയർ ചെസ്റ്റ് പെയിൻ ആട്ടോ. A symptom of
acute chest pain appears when no enough oxygen is reaching the heart muscle. ഹാർട്ട് മസിലിലോട്ട് പ്രോപ്പർ ആയിട്ട് ഓക്സിജൻ എത്താത്തത് കൊണ്ടുള്ള പെയിൻ ആണ് ചെസ്റ്റ് പെയിൻ. അതിനെയാണ് നമ്മൾ ആൻജിന എന്ന് വിളിക്കുന്നത്. ആൻജിന ക്യാൻ ഒക്കർ ഇൻ മെൻ ആൻഡ് വിമൻ ഓഫ് എനി ഏജ്, ബട്ട് ഇറ്റ് ഈസ് കോമൺ among middle aged and elderly people. അടുത്തത് ഹാർട്ട് ഫെയിലിയർ. ഹാർട്ട് ഫെയിലിയർ മീൻസ് the state of heart when it is not pumping blood effectively enough to meet the needs of the body. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റാതെ വരുന്ന കണ്ടീഷനാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ പമ്പിങ്ങിൽ കുഴപ്പം പറ്റുന്നു. ഓക്കെ, ഇറ്റ് ഈസ് സംടൈംസ് കോൾഡ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ because congestion of the lungs is one of the main symptoms of this disease. Lung congestion ആണ് ഇതിന്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ഹാർട്ട് ഫെയിലിയറിന്റെ. ഹാർട്ട് ഫെയിലിയർ ഈസ് നോട്ട് ദ സെയിം ആസ് കാർഡിയാക് അറസ്റ്റ് when the heart stops beating, or a heart attack when the heart muscle is suddenly damaged by an inadequate blood supply. അപ്പൊ ഇവിടെ 3 കാര്യങ്ങൾ ഞാൻ എഴുതുവാണ്. ഹാർട്ട് ഫെയിലിയർ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഹാർട്ടിന് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാതെ വരിക അല്ലെ, അതിനാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ. ഒത്തിരി റീസൺസ് ഉണ്ടാകാം കേട്ടോ. പ്രോപ്പറായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റീസൺസ് ഉണ്ടാകാം. ഹാർട്ട് വോൾസിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന ബ്ലഡ് വെസൽസിലെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ വാൽവ്സിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടൊക്കെ ഹാർട്ട് ഫെയിലിയർ നടക്കാം. ഓക്കെ, അപ്പം മെയിനായിട്ടും ഹാർട്ടിന്റെ വോൾസിന് നല്ല ഫോഴ്സ്ഫുള്ളി ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഈ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹാർട്ടിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലേ. നമ്മൾ എല്ലാത്തിനും ഹാർട്ട് അറ്റാക്ക് എന്നാണ് പറയാറ്. പക്ഷെ എല്ലാം ഹാർട്ട് അറ്റാക്കുകളായിരിക്കില്ല. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഇഫ് ദ ഹാർട്ട് ഈസ് നോട്ട് ഗെറ്റിംഗ് ഇനഫ് ബ്ലഡ് സപ്ലൈ ദെൻ ദ ഹാർട്ട് മസിൽസ് വിൽ ബി ഡാമേജ്. അതാണ് ഹാർട്ട് അറ്റാക്ക്. ഈ ഹാർട്ട് അറ്റാക്ക് എന്തിലോട്ട് പോകാം? ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ഫെയിലിയറിലോട്ടും കാർഡിയാക് അറസ്റ്റിലോട്ടും ഒക്കെ പോകാം കേട്ടോ. കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത് ഹാർട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു, ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. അത് സഡൻ ഡെത്തിലേക്ക് പോകാം കേട്ടോ, കാർഡിയാക് അറസ്റ്റ്. ഹാർട്ട് ബീറ്റ്സ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ആൻഡ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സർക്കുലേഷൻ പ്രോബ്ലം ആണ് ഹാർട്ട് അറ്റാക്ക്. അതായത് ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണല്ലോ മിക്കവാറും ഹാർട്ടിലോട്ട് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് എത്താതെ വരുന്നത്. സോ അതൊരു സർക്കുലേഷൻ പ്രോബ്ലം ആണ്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലം ആണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നമ്മൾ പഠിച്ചതല്ലേ, അതിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഹാർട്ട് ബീറ്റ് നിൽക്കുന്നത് അല്ലേ, ഹാർട്ട് ബീറ്റ് നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ കാർഡിയാക് അറസ്റ്റ് ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലം ആണ്. ഇനി ഒരു ഡയഗ്നോസ്റ്റിക് ടെക്നിക്ക്. ECG ഞാൻ പറഞ്ഞു, ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് ECG അല്ലേ. ഇലക്ട്രോ കാർഡിയോഗ്രാം നമ്മൾ എടുക്കുന്നത്, അത് നമ്മൾ പഠിച്ചു. ഇലക്ട്രോ കാർഡിയോഗ്രാം ഓർക്കുക, ഹാർട്ട് റിലേറ്റഡ് പറയുമ്പോൾ ECG. പിന്നെ ആൻജിയോഗ്രാഫി ഉണ്ട് കേട്ടോ. ആൻജിയോഗ്രാഫി ഒരു ഡയഗ്നോസ്റ്റിക് ടെക്നിക്കാണ്. ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ് ആൻജിയോഗ്രാഫി. അതിന്റെ റിസൾട്ടിന് നമ്മൾ ആൻജിയോഗ്രാം എന്ന് വിളിക്കും. നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാം കണ്ടില്ല, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, അതുപോലെ നമുക്ക് ആൻജിയോഗ്രാം കിട്ടും. പിന്നെ ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ്. ഈ ബ്ലഡ് വെസലിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് നീക്കിക്കൊണ്ട് അങ്ങോട്ടൊരു സ്റ്റെന്റ് ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ബ്ലഡ് വെസൽ എക്സ്പാൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ആ ബ്ലഡ് വെസലിൽ കൂടെയുള്ള ബ്ലഡിന്റെ ഫ്ലോ സ്മൂത്ത് ആക്കുന്ന ഒരു പ്രോസസ്സാണ് ആൻജിയോപ്ലാസ്റ്റി. അപ്പം മിക്കവാറും ആർട്ടറീസ് ഒക്കെ ബ്ലോക്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ ആൻജിയോപ്ലാസ്റ്റി നമ്മൾ ചെയ്യാറുണ്ട്, ആൻജിയോഗ്രാഫി ആൻഡ് ദെൻ ആൻജിയോപ്ലാസ്റ്റി. പിന്നെ ഒരു സർജിക്കൽ മെത്തേഡ് ഉണ്ട്, CABG, ക്യാബേജ് എന്ന് വിളിക്കാം അല്ലെ. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് എന്നാണ് ഇതിന് പറയുക. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്, ബൈപ്പാസ് സർജറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ നമ്മുടെ ആർട്ടറിയിൽ ഉണ്ടാകുന്ന ബ്ലോക്സ് ഒക്കെ സർജറി വഴി നമുക്ക് നീക്കാനായിട്ട് പറ്റും.